സൂറത്തുൽ ദുഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹ. ലോദപ്പെഴും നാവ് അണപ്പല്ലുകൾക്കിടയിലേക്ക് വെച്ച് വദ്ദുഹ. ഇനി ചിലർ ഓതുമ്പോ വദ്ദുഹ ചുണ്ട് പൂട്ടി പോകും. ചുണ്ടി പൂട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു മീമും കൂടെ വരും. വദ്ദുഹ കൂട്ടാൻ പാടില്ല. വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വമാ കലല്ല, കാഫല്ല, പിന്നെ വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഖൈർ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർവാ. യുഅ്തി അല്ല, യുഅ്തി എന്നല്ല, യുഅ്തി. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർവാ. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ وأما السائل فلا تنهر وأما بنعمة ربك فحدث. ആദ്യത്തെ ഭാഗത്ത് മാത്രം ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. പിന്നെയൊക്കെ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം കിട്ടുന്ന സൂറത്ത്. മാത്രവുമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു എത്രത്തോളം പരിഗണിച്ചു, ഇതെല്ലാം ദ്യോതിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് വദ്ദുഹ. വദ്ദുഹ നമുക്കൊക്കെ അറിയാം. ഏതാ ദുഹ എന്ന് പറഞ്ഞാൽ? പൂർവാഹൻ എന്ന് പറയും അല്ലെ? നമ്മൾ സൂര്യൻ ഉദിച്ച് പിന്നെ നട്ടുച്ച വരെയുള്ള ആ ദുഹ നിസ്കരിക്കുന്ന സമയം. ആ സമയത്ത് സമയം തന്നെയാണ് സത്യം. അറബിയിൽ വാവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ എന്ന് പറഞ്ഞാൽ അർത്ഥം സെയ്ദും അമ്രും. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ലാതെ ഒരു പദത്തിന്റെ തുടക്കത്തിൽ വാവിട്ട് കഴിഞ്ഞാൽ സമയം തന്നെയാണ് സത്യം. ഇതുപോലെ ഫജ്ർ തന്നെയാണ് സത്യം. ഒരുപാടുണ്ടല്ലോ. ചന്ദ്രൻ തന്നെയാണ് സത്യം. ഇവിടെ സമയം തന്നെയാണ് സത്യം. വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. ഇദാ സജാ ആ രാത്രി മൂടിക്കെട്ടിയാൽ കൂരിട്ടാകുന്ന രാത്രിയെയും സമയത്തെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മുത്തുനബിയെ, മാ വദ്ദഅക നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല. റബ്ബുക നിങ്ങളെ റബ്ബ് വമാ ഖലാ നിങ്ങളോട് റബ്ബ് ദേഷ്യം പിടിച്ചിട്ടുമില്ല.
ഈ രണ്ട് സത്യവും ചെയ്ത് അള്ളാഹു പറയാണ്. അത് മുത്തുനബിയോട് മാത്രല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലൊക്കെ വന്ന് ഇടങ്ങേറിനും മീത ഇടങ്ങേറ്, പരീക്ഷണങ്ങൾക്കും മീത പരീക്ഷണം. അപ്പൊ ഓർക്കണം ഖുർആനിന്റെ വാക്ക്, മാവദ്ദഅക റബ്ബുക വമാ ഖലാ. നിങ്ങളെ റബ്ബ് കൈയൊഴിഞ്ഞിട്ടില്ല, അവൻ നിങ്ങളോട് കോപിച്ചിട്ടുമില്ല. ഇത് റസൂലുള്ളാഹിയോടുള്ള വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇത് നമ്മൾ ഓരോരുത്തരിലേക്കും ചേർത്ത് വെക്കാം. ഇത് ഇറങ്ങുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ഇഖ്റ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങാൻ തുടങ്ങി. കുറെ ഇങ്ങനെ ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ വഹി നിന്നുപോയപ്പോൾ മുത്തുനബിക്ക് ഖുർആനല്ലേ കുറച്ച് കേട്ട് പിന്നെ കുറച്ച് കാലം കേൾക്കാതിരുന്നപ്പോ വല്ലാത്തൊരു വേദനയും വ്യാകുലതയും. മുത്തുനബി ഇങ്ങനെ ആഗ്രഹിച്ചു, അള്ളാന്റെ ആ കലാമൊന്ന് കേട്ടിരുന്നെങ്കിൽ, ആ ഖുർആനിന്റെ വാക്യമൊന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മാത്രവുമല്ല, കിട്ടാഞ്ഞിട്ട് ഉറക്കം പോലും നഷ്ടപ്പെടാൻ തുടങ്ങി. അതിന്റെ പുറമെയോ ഉമ്മു ജമീൽ, അല്ല ഉമ്മു ജമീൽ ആർക്കെങ്കിലും അറിയോ? ഉമ്മു ജമീൽ അറിയപ്പെട്ട ഒരു കാഫിറിന്റെ ഭാര്യയാണ്. സൂചന ഈ പെണ്ണാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബയുടെ മുമ്പിൽ ഇരിക്കുമ്പോ കല്ലെടുത്ത് എറിയാൻ പോയത്. അബൂലഹബിന്റെ ഭാര്യയാണ് ഉമ്മു ജമീൽ. റസൂലുള്ളാഹിനെ അങ്ങനെ വിമർശിക്കാൻ തുടങ്ങി. മുഹമ്മദേ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടുപോയോ? മുഹമ്മദേ, നിന്റെ റബ്ബ് നിന്നെ കൈയൊഴിഞ്ഞു പോയോ? ഇപ്പൊ നിനക്ക് ഖുർആനൊന്നും ഇറങ്ങണില്ലേ? നിന്റെ തള്ളിപ്പൊ കേൾക്കണില്ലല്ലോ. കുറച്ചു കാലായിട്ട് നീ നിന്റെ സുവാർത്തകളുമായിട്ട് വരുന്നില്ലല്ലോ. നിന്റെ റബ്ബ് നിന്നെ കൈയൊഴിഞ്ഞു പോയോ മുഹമ്മദേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു ജമീൽ അങ്ങനെ വിമർശിക്കാൻ തുടങ്ങി. അപ്പോ റസൂലുള്ളാഹിക്ക് ഇത് കേൾക്കാഞ്ഞിട്ടുള്ള ടെൻഷൻ ഒന്ന്. രണ്ടോ, ഉമ്മു ജമീലിനെ പോലുള്ളവർ വിമർശിക്കുന്ന വിഷമം. ഹബീബ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പടച്ചോന്റെ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ വചനമിറങ്ങുന്നത്. പേടിക്കണ്ട പേടിക്കണ്ട, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല, നിങ്ങളെ റബ്ബ് നിങ്ങളോട് കോപിച്ചിട്ടുമില്ല. മുഹമ്മദ് മുസ്തഫ. ഇത് സൂറത്തുൽ ദുഹ ഓതുമ്പോ ഒന്ന് നമ്മളെ റസൂലുള്ളാഹിനെ അല്ലാഹു പരിഗണിച്ചത് നമ്മൾ ഓർക്കണം. എന്നതുപോലെ നമ്മൾ നമ്മളിലേക്ക് ചേർത്ത് വെക്കണം. എന്തു പരാജയം, എന്തു നഷ്ടം, എന്തു സങ്കടം വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിങ്ങളെ റബ്ബ് ഒരിക്കലും നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തത്. എന്നിട്ട് നിർത്തണില്ല, മോട്ടിവേഷൻ കൂട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ല, തളർന്നിരിക്കുന്ന ഏത് വിശ്വാസിക്കും അല്ലാഹു ഡബിൾ മോട്ടിവേഷൻ. അടുത്ത മോട്ടിവേഷൻ എന്താ? ഒന്നുങ്ങളെ കൈവഴിഞ്ഞിട്ടില്ല. പിന്നെയോ വലൽ ആഖിറതു വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ആഖിറം എന്ന് പറഞ്ഞാൽ അന്ത്യനാള്. അന്ത്യനാള് എന്നതിന്റെ പുറമെ ഇവിടെ ഒരുപാട് മുഫസ്സിരീങ്ങൾ അതിന് കൊണ്ടുവരുന്ന മനോഹരമായ ഒരു അർത്ഥം, വരാനിരിക്കുന്ന കാലം. നമ്മളൊക്കെ പറയുന്നത് മുമ്പ് ഭയങ്കര വലൽ ആഖിറ. ആ ലാമിന് പോലൊരു അർത്ഥമുണ്ട്, വല. തീർച്ചയായും അൽ ആഖിറത്തു, വരാനിരിക്കുന്ന കാലം, ഖൈറുൽ ലക മിനൽ ഊലാ, കഴിഞ്ഞ കാലത്തേക്കാൾ പ്രൗഢമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ പേടി എന്താണ്? അൽഹംദുലില്ലാഹ് ഇപ്പൊ കണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും.
ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതൊക്കെ തീർന്നു പോകും. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, അവസാനിച്ചു പോകും. പേടിക്കേണ്ടതില്ല. വലൽ ആഖിറ, ആ ലാഭം തീർച്ചയായും വലൽ ആഖിറത്തു, അതിന്റെ ഒന്നാമത്തെ അർത്ഥം ഇത് തന്നെയാണ്. പാരത്രിക ലോകം ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് സൂപ്പറാണ്. മറ്റൊരർത്ഥം വലൽ ആഖിറത്തു, നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, പേടിക്കണ്ട. ഖൈറുൽ ലക മിനൽ ഊലാ, കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഉദാത്തമാകും, ഉത്തമമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഈ സൂറത്തുൽ ദുഹ അങ്ങനെ ഓതുമ്പോ അത് നമുക്ക് ഭയങ്കര ആവേശം തരും. ഒന്ന്, അള്ളാഹുവിന്റെ കൈയൊടിഞ്ഞിട്ടില്ല. രണ്ട്, പേടിക്കന്നെ വേണ്ട, എനിക്കെന്റെ കഴിഞ്ഞ ദിനങ്ങളെക്കാൾ അനുഗ്രഹീതമായിരിക്കും വരാനുള്ള ദിനങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചിരിക്കുമ്പോ ഒന്നാമതായിട്ട് കൊടുത്ത മോട്ടിവേഷൻ, നിങ്ങൾ അള്ളാഹ് കൈയൊഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തതോ, ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാവി കഷ്ടപ്പാടിൻ്റെതല്ല, കഴിഞ്ഞ ദിനങ്ങളെക്കാൾ മെച്ചമുള്ളതാണ് വരാനുള്ള ദിനങ്ങൾ. ഇനി മൂന്നാമത്തെ മോട്ടിവേഷൻ, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. എന്തിനെ വിഷമിക്കണം? വലസൗഫ, എന്താ സൗഫ എന്ന് പറഞ്ഞാൽ? സൗഫ എന്ന് പറഞ്ഞാൽ പിന്നീട്, സൗഫ സൗഫ പിന്നീട്, പിന്നീട് യുഅ്തീക റബ്ബുക, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഫതർളാ, അപ്പൊ നിങ്ങളെ തൃപ്തിയടയും, നിങ്ങളെ പൂതി തീരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മുത്തുനബിയോടുള്ള വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷമിച്ചതുപോലെ ഈ മാർഗത്തിൽ ക്ഷമിച്ചു മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടാനുള്ള നേട്ടങ്ങളാണ്. പക്ഷേ ക്ഷമിക്കാൻ കഴിയണം. ഈ ആളുകളൊക്കെ പാടെ കളിയാക്കിയപ്പോ റസൂലുള്ളാഹിക്ക് ആയത്താന്നാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നാണ് ചൊല്ലിവിട്ടാൽ മതിയായിരുന്നു. പക്ഷെ മിണ്ടിയില്ല. ആളുകൾ വിമർശിച്ചപ്പോ ഞാൻ ഈ മതം ഒഴിവാക്കിയെന്ന് പറയാമായിരുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അത് പറഞ്ഞില്ല. ആളുകൾ പലതും പറഞ്ഞപ്പോഴും ക്ഷമിച്ചു. ഇത് നമുക്കൊക്കെ ഒരു ബിസിനസ് ആയിട്ട് പൊട്ടു. അപ്പോ അല്ലാഹ് അനുവദിക്കാത്ത പലിശയുടെ മാർഗങ്ങൾ സ്വീകരിക്കും. അത് കഷ്ടത്തിലേക്കാണ്. ഈ അടുത്ത് കാലങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും 3 വർഷമായിട്ട് ഒരേ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. മിണ്ടണില്ല, വർത്തമാനമില്ല, സ്നേഹസല്ലാപങ്ങളില്ല. 3 വർഷമായിട്ട് അവർ ഒരു വർത്താനവുമില്ല. എത്രത്തോളം ഈ വിഷയം നമ്മിലേക്ക് എത്തുന്നത്, ഒരാൾ സൂയിസൈഡിന് തീരുമാനിച്ചപ്പോഴാണ്. ആത്മഹത്യക്ക് കൂട്ടത്തിൽ ഒരാൾ തീരുമാനിച്ചു. കാരണം 3 വർഷമായി സ്വന്തം വീട്ടിലുള്ള ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണില്ല, സംസാരിക്കണില്ല. എന്തൊരു വേദനയായിരിക്കും. മിണ്ടാൻ തോന്നണില്ല, സംസാരിക്കാൻ തോന്നണില്ല. ഒരുപാട് കൗൺസിലേഴ്സ്, ഒരുപാട് മനഃശാസ്ത്ര പണ്ഡിതന്മാർ ഒക്കെ ചോദിച്ചു. അവർക്ക് ഒരു കാരണം കിട്ടണില്ല. എനിക്ക് അങ്ങോട്ട് എടുക്കാൻ തോന്നുന്നില്ല, എനിക്ക് അവിടുന്ന് ഇങ്ങോട്ടും എടുക്കാൻ തോന്നുന്നില്ല. ഞാൻ എങ്ങനെ നല്ല കശ്ഫുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു ഉസ്താദ്, ഹൃദയമറിയുന്ന, ഭാവി അറിയുന്ന, സൂഫിവര്യനായ ഒരു മഹാൻ അവരിലേക്ക് വിഷയം കൊടുത്തു. അപ്പൊ പറഞ്ഞതെന്തെന്നറിയുമോ? ആ കല്യാണം പ്രേമ കല്യാണമായിരുന്നില്ലേ? കണ്ടെത്തുന്നത് നോക്കൂ. അതെ, ഇന്നിപ്പോ സർവ്വസാധാരണമായി കുറച്ച് മുമ്പ് നടന്നതാണ്. ബാപ്പാനെ എത്തിച്ചു, ഉമ്മാനെ എതിർത്തുകൊണ്ട് നടന്ന ഒരു ലവ് മാരേജ് ആയിരുന്നു. ഉസ്താദ് അതിന്റെ കൺക്ലൂഷൻ നൽകി. ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല, അവരുടെ സ്നേഹം തീർന്നു പോയിരിക്കുന്നു
എന്ത് ചെയ്യും? സ്നേഹത്തിനൊരളവുണ്ട്. അത് പ്രേമത്തിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഹറാമാണ്, അതിൽ ഹലാക്ക് വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കടം, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ സമയത്ത് നമ്മൾ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ജീവിക്കുകയാണെങ്കിൽ കഷ്ടപ്പാട് വന്നാലും ശരി, ഓർക്കണം, പ്രശ്നം വരും. പ്രശ്നം കണ്ട് വന്ന് പ്രയാസത്തിലാവുക നമുക്ക് തോന്നും, ഇനിയിപ്പോ അതൊക്കെ ചെയ്യല്ലോ, ഇതല്ലാത്ത മാർഗമില്ലല്ലോ, ഹറാമായാലും അള്ള പുറത്തുന്നോളും എന്നൊക്കെ പിശാചിന്റെ ഒരു നസീഹത്ത് കിട്ടും. തെറ്റ് ചെയ്യരുതേ, അള്ളാഹു വെച്ച പരിധിക്കപ്പുറത്തേക്ക് പോകരുതേ. എത്ര പ്രയാസമുണ്ടെങ്കിലും നിങ്ങളെ അള്ളാഹു കൈയൊഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തതോ, കാത്തിരിക്കുക. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. കഴിഞ്ഞ ദിനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ദിനങ്ങളാണ് വരാനുള്ളത്. ഫലസൗഫ യുഅ്തീക റബ്ബുക ഫതർവാ. ഒന്ന് വെയിറ്റ് ചെയ്യ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങളോളം വെയിറ്റ് ചെയ്തില്ലേ? പ്ലീസ് വെയിറ്റ്, ഒന്ന് കാത്തിരിക്കൂ, നിങ്ങൾക്ക് നൽകും. ഫതർവാ. അപ്പൊ നിങ്ങളുടെ പൂതി എന്ന് തീരുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയോ ഇതിന്റെ ചില വിശകലനങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം. സൂറത്ത് ആദ്യം ഒന്ന് പൂർത്തീകരിക്കാം, പിന്നെയും മോട്ടിവേഷൻ തുടരുകയാണ്. എന്തൊരു മോട്ടിവേഷൻ! തളർന്നിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇനിയും മോട്ടിവേഷൻ. അലം യജിദ്ക യതീമൻ ഫആവ. മുഹമ്മദ് നബിയേ, നിങ്ങളൊരു യതീമായിരുന്നില്ലേ, അനാഥനായിരുന്നില്ലേ, എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലേ? എന്തിന് പേടിക്കണം? നിങ്ങളിങ്ങനെ സത്യം അന്വേഷിച്ച് നടക്കുന്ന ആളായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ചപ്പോ കുട്ടിക്കാലം തന്നെ ഈ കാഫിരീങ്ങളുടെ വിഗ്രഹാരാധനയും ആ നാട്ടിൽ നടക്കുന്ന കൂതാകാതങ്ങളും അരാജകത്വങ്ങളും തീരെ ഇഷ്ടമല്ല. അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ സത്യം അന്വേഷിക്കാണ്. എന്താണ് വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് റിയാലിറ്റി, ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഫഹദ. അപ്പൊ നിങ്ങൾക്ക് അല്ലാഹു നുബുവത്ത് തന്നെ നൽകി, നിങ്ങളെ ഹിദായത്താക്കിയില്ലേ? വവജതക ആയിലൻ. നിങ്ങൾ ദരിദ്രനായിട്ടല്ല എത്തിച്ചത്. ഫഅഗ്ന. അല്ലാഹു നിങ്ങളെ വലിയ ധനികനാക്കിയില്ലേ? എങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനം കൊടുത്തത്? അറിയാം, എങ്ങനെയാണ്? ഖദീജത്തുൽ കുബ്ര എന്ന അക്കാലത്ത് ആ നാട്ടിലെ പ്രൗഢ പാരമ്പര്യമുള്ള പ്രമാണിച്ച് അവരെയും കൊടുത്തു. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ വലിയ മുതലാളിയാക്കി മാറ്റിയില്ലേ? അതുകൊണ്ട് ഇതൊക്കെ തെളിവുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിച്ച പോലെ നമ്മൾ വേദനിച്ചിട്ടില്ലല്ലോ, അവിടുന്ന് കഷ്ടപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അവിടുന്ന് വിമർശിക്കപ്പെട്ട പോലെ നമ്മൾ വിമർശിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാന്റെ റസൂലിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മത്തിനെയും ഏറ്റെടുക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിൽ ഇറങ്ങിയപ്പോൾ ഒന്ന് ചോദിക്കാം, മുഹമ്മദേ, നിനക്ക് പെണ്ണാണ് വേണമെങ്കിൽ, പെണ്ണാണ് വേണ്ടതെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണിനെ നൽകണം. അതല്ല സമ്പത്താണോ വേണ്ടത്? ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല ക്യാഷ് തരാം. അതല്ല അധികാരമാണോ വേണ്ടത്? ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അധികാരിയാക്കാം. പ്ലീസ് മുഹമ്മദേ, ഈ ദഅവത്തൊന്ന് മാറ്റി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നിങ്ങൾ ആ കാണുന്ന സൂര്യൻ എന്റെ വലത് കൈയിലും ആ കാണുന്ന ചന്ദ്രൻ എന്റെ ഇടത് കൈയിലും വെച്ചാലും ഞാൻ എന്റെ ഈ ദഅവത്തിൽ നിന്ന് മാറി നിൽക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഉറപ്പുണ്ടെങ്കിൽ വലസൗഫ പിന്നീട് നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് അങ്ങനെ വാരിക്കോരി നൽകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഭൂതി തീരുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലേ, ആദ്യം സൂറത്തുൽ ളുഹാനെ വിളിച്ച് സത്യം ചെയ്തു, പിന്നെ ളുഹയെ വിളിച്ച് സത്യം ചെയ്തു, പിന്നെ രാത്രി വിളിച്ച് സത്യം ചെയ്തു, പിന്നെ 3 സ്റ്റേറ്റ്മെന്റുകൾ. ഈ സൂറത്തിന്റെ ഒരു സൗന്ദര്യം നോക്കി നിങ്ങൾ. ആദ്യം സത്യം ചെയ്തു, പിന്നെ റസൂലുള്ളാഹിക്കുള്ള ഓഫർ, പിന്നെയോ നിങ്ങൾ യതീമായിരുന്നില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് അഭയം തന്നില്ലേ, നിങ്ങൾ സത്യം അന്വേഷിക്കായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾക്ക് നുബുവത്ത് തന്നില്ലേ, നിങ്ങൾ പാവപ്പെട്ട പച്ചപ്പാവം ദരിദ്ര നാരായണനായിരുന്നല്ലോ, നിങ്ങളെ മുതലാളിയാക്കി മാറ്റിയില്ലേ. അല്ലാഹു നമുക്ക് ഇതിൽ നിന്ന് വലിയ പ്രചോദനം പ്രദാനം ചെയ്യട്ടെ. എന്നിട്ട് തുടരുകയാണ്. ഇതൊക്കെ പറഞ്ഞു, സത്യം ചെയ്തു, മോട്ടിവേഷൻ കൊടുത്തു, കടന്നു വന്ന ചരിത്രം ബോധ്യപ്പെടുത്തി. ഏതാ ചരിത്രം? യതീമായി, പിന്നെന്തായി? നല്ല ഭയം. സത്യാന്വേഷകനായി, പിന്നെന്ത് കിട്ടി? നുബുവത്ത് കിട്ടി. പിന്നെയോ പാവായിരുന്നു, വലിയ മുതലാളിയാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹ് തരാൻ തുടങ്ങിയാൽ ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഹിസ്റ്ററി. വന്ന ചരിത്രം, വന്ന വഴി മറന്നു പോകരുത്. വലിയ പദവിയിൽ എത്തിക്കഴിഞ്ഞാലും പിന്നിട്ട വഴിധാരകൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മുത്തുനബിയെ, നിങ്ങൾ ഒരിക്കലും യതീമിനെ ആട്ടി ഓടിക്കരുത്. യതീമിനെ നിങ്ങൾ ആട്ടി ഓടിക്കരുത്. യാചിച്ചു വരുന്നവരെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റരുത്. യതീമായ കുട്ടിയെ പിടിച്ചിട്ട് ഒതുക്കി വെക്കാം. അവർക്ക് വാപ്പല്ലല്ലോ, നമ്മൾ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ചില ഇടങ്ങളിലൊക്കെ യാചന നിരോധിത മേഖല. ഒക്കെ യാചിക്കുന്നവരിൽ കള്ളന്മാരും തട്ടിപ്പുകാരും ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഖുർആൻ പറഞ്ഞത് ചോദിച്ചാൽ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. എന്നാൽ പോലും നിരോധനം പാടില്ല, ആട്ടിയോടിക്കാൻ പാടുള്ളതല്ല. കാരണം നമ്മളോട് ചോദിക്കാൻ വരുന്നവരിൽ 50 പേര് ഫ്രോഡാണെങ്കിൽ 50 പേര് ഒന്നുമില്ലാത്തത് കൊണ്ട്, മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് കൈനീട്ടി വന്നതായിരിക്കും. ചോദിച്ചു വരുന്നവനെ നമുക്ക് കൊടുക്കാം, നമുക്ക് കൊടുക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അവനെ ആട്ടിയൊളിക്കാൻ പാടുള്ളതല്ല. പിന്നെയോ അല്ലാഹുവക്ക് തന്ന നിഅമത്തുണ്ടല്ലോ, അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹു അൽഹംദുലില്ലാഹ് എനിക്കത് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്റെ പടച്ചോൻ ഇത് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എങ്ങനെയൊക്കെ കാക്കിയല്ലോ, എനിക്ക് വലിയ ഇഷ്ടാണത്. അല്ലാഹു തന്ന നിഅമത്തിനെ നീ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ അഹങ്കാരമായിട്ട് പറയല്ല, എന്റെ അള്ളക്ക് തന്നല്ലോ, എന്റെ അള്ളന്റെ രോഗം മാറ്റി തന്നല്ലോ, എന്റെ അള്ള എനിക്ക് വീട് തന്നല്ലോ, ഒന്നും ഇല്ലാത്തത് എനിക്ക് മെച്ചം തന്നല്ലോ, എന്റെ അള്ളാഹു എന്നെ ഏറ്റെടുത്തല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇവിടെ ആദ്യമായിട്ട് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് ഏതാ? പകല് ളുഹ മാത്രല്ലല്ലോ ഉള്ളത്. പകല് എന്ന് പറഞ്ഞാൽ രാവിലെ, അതിരാവിലെ, ഉച്ച, നട്ടുച്ച, വൈകുന്നേരം, അല്ലെ? അങ്ങനെ സൂര്യാസ്തമയത്തോടടുത്ത സമയം. പക്ഷേ ആ പകലെന്ന സമയത്ത് നിന്ന് ളുഹയ മാത്രം അല്ലാഹു തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ളുഹാ സമയമാകുന്നത് അത് ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള സമയമാണ്.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ ബർക്കത്ത് ചർച്ച ചെയ്യുമ്പോ കാര്യമായിട്ട് പറഞ്ഞതെന്താ? സുബഹിക്ക് കുറച്ചു മുമ്പ് എണീക്കണം, സൂര്യൻ ഉദിച്ച് കുറച്ച് സമയം വരെ ഇബാദത്തിലായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനിക്ക് സന്തോഷം കിട്ടുന്ന സമയം, നമ്മുടെ ലേണിംഗ് ടെക്നിക് അറിയുന്ന പണ്ഡിതന്മാർ എങ്ങനെ പഠിക്കണം എന്നറിയുന്ന ജ്ഞാനികൾ പഠിപ്പിക്കാറ്, നിങ്ങൾ ഒരുപാട് സമയമൊന്നും പഠിക്കേണ്ട, ഒരു ദിവസം പ്രഭാതത്തിലെ 4 മണി മുതൽ 10 മണി വരെ പഠിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ആ ദിവസത്തേക്ക് അത് എത്രയോ ധാരാളമാണ്. സൂര്യകിരണങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്ന സമയം, ആ സമയത്തുള്ള പഠനം വളരെ എനർജി ആയിരിക്കും. അതാണ് അല്ലാഹു ആ സമയം എടുത്തു പറയാൻ കാരണം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ ഉമ്മത്തിനെ അല്ലാഹ് ഈ ബർക്കത്ത് ചെയ്യണേ ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ തട്ടപ്പെടൂല. ആരെ ദുആയാണത്? മുഹമ്മദ് മുസ്തഫ എന്ത് രാവിലെ തുടങ്ങണം. കച്ചവടങ്ങളായാലും നമ്മുടെ അധ്വാനങ്ങളായാലും ഒരു പേരിനെങ്കിലും രാവിലെ അതൊന്ന് സമാരംഭം കുറിക്കണം. അതിലൊരു ബർക്കത്ത. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പറഞ്ഞ സമയമാണ് രാവിലെ. അതിൽ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് പലപ്പോഴും ഉറങ്ങിത്തീരെയാണ്. കേരളത്തിന്റെ നഷ്ടം, മലബാറിന്റെ നഷ്ടം, ഈ ഹിന്ദുക്കൾ വരെ, നല്ല ചിന്തിക്കുന്ന അമുസ്ലിങ്ങൾ വരെ ഈ സമയം ഉറങ്ങുന്നില്ലല്ലോ. അവര് നേരത്തെ എണീറ്റ് അവരുടേതായ ഏകാത്മ ചിന്തകളിലും നന്മകളിലും വ്യാപൃതരാവുകയാണ്. വലിയ സങ്കടാണ്, വലിയ സങ്കടാണ്. 2 മണി വരെ പണിയെടുത്ത് അല്ലെങ്കിൽ 12 മണി വരെ അധ്വാനിച്ച് അള്ള ബർക്കത്ത് വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് ഉറങ്ങും ചെയ്യും. നഷ്ടാണത്. കാരണം നമ്മൾ ഉണ്ടാക്കിയ പോലല്ലോ, അതിൽ എന്ത് വേണം? ബർക്കത്ത്. രാത്രി ഒരുപാട് സമയം നമ്മൾ അധ്വാനിച്ച് ആ ക്യാഷ് ഉണ്ടല്ലോ, അത് ഇതാ കിട്ടണ്. എങ്ങനെ കിട്ടിയതെന്ന് അറിയില്ല, എങ്ങനെ പോയതെന്നും അറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ കിട്ടിയത് അനാവശ്യ ചെലവിലേക്ക് നീങ്ങാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ അവർ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വലിയ വ്യാപാരി കൂടിയായിരുന്നല്ലോ. മക്കൾ ഉറങ്ങുമ്പോൾ വിളിക്കും, കുട്ടികളെ ഈ കാണുന്ന ഐശ്വര്യം എന്തും നിലനിൽക്കണമെങ്കിൽ ഈ സമയത്ത് ഉറങ്ങരുത് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പോ ഇതിന് ചില പണ്ഡിതന്മാർ എന്ന് പറഞ്ഞപ്പോ പൂർവാഹന സമയം, രാത്രി. എന്നാൽ ഇതിന് ചില പണ്ഡിതന്മാര് അർത്ഥം കൊടുക്കുന്നത് മുത്തുനബിയെ നിങ്ങളുടെ ആ ളുഹാ സമയം പോലുള്ള പ്രകാശിക്കുന്ന മുഖം തന്നെയാണ് സത്യം. അങ്ങനെ ഉണ്ടാവും. ഒരു വാക്കിന് ഒരുപാട് വിശകലനങ്ങൾ, ഒന്നിനും തെറ്റില്ല. മുത്തുനബിയെ നിങ്ങളുടെ ആ ളുഹാ സമയം പോലെ പ്രകാശിക്കുന്ന മുഖം തന്നെയാണ് സത്യം. അപ്പൊ പിന്നെ ളുഹ എന്ന് പറഞ്ഞാൽ മുഖമാണെങ്കിൽ രാത്രിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കറുത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലുള്ള ഏത് ഭാഗമായിരിക്കും? കറുപ്പ് വരേണ്ട ഭാഗം ഏതാണ്? മുടിയില്ലേ? ഹബീബേ അങ്ങയുടെ ആ ചൊറുക്കുള്ള മുടി തന്നെയാണ് സത്യം. എന്നിട്ട് അപ്പൊ ഇങ്ങനെ തഫ്സീർ വന്നപ്പോ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഖുർആനിക പണ്ഡിതനാണ്. അവരോട് ചോദിച്ചിട്ട് ഒരാള് വന്നിട്ട് ചോദിച്ചു, അങ്ങനെയൊക്കെ തഫ്സീർ പറയാൻ പറ്റൂ? നിങ്ങളുടെ മുഖം തന്നെയാണ് സത്യം, നിങ്ങളുടെ മുടി തന്നെയാണ് സത്യം, അങ്ങനെയൊക്കെ സത്യം ചെയ്യാൻ പറ്റുമോ? റാസി തങ്ങൾ പറഞ്ഞു, എന്താ കുഴപ്പം, അത് പറ്റുമല്ലോ.
അതുക്കും മുകളിലുള്ള തഫ്സീറും മുഹമ്മദ് മുസ്തഫയിലേക്ക് ചേർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ചേർത്തി പറയാമല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ അതിന് വേറെയൊരു തഫ്സീർ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ നല്ലതാണ്. മുത്തുനബിയെ നിങ്ങളുടെ കുടുംബത്തിലെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം, പല്ലയിൽ നിങ്ങളുടെ കുടുംബത്തിലെ പെൺമക്കൾ തന്നെയാണ് സത്യം. ഒരുപാട് വിശകലനങ്ങൾ, അതിനും നമ്മൾ വീണ്ടും വിശദീകരിക്കണം. മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച സമയമാണ് ദുഹാ സമയം. ആ സമയം തന്നെ സത്യം. പിന്നെ വല്ലയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന് പോയ സമയമാണ് രാത്രി. ആ രാത്രി തന്നെയാണ് സത്യം. എന്തെല്ലാം അർത്ഥങ്ങൾ! ഒന്ന് പൂർവാഹന സമയം തന്നെയാണ് സത്യം, മറ്റൊന്ന് രാത്രി തന്നെയാണ്. അതേപോലെ റസൂലുള്ളാഹ് അങ്ങയുടെ മുഖം തന്നെയാണ് സത്യം, അങ്ങയുടെ മുടി തന്നെയാണ് സത്യം, അങ്ങയുടെ കുടുംബത്തിലെ ആൺമക്കളാണ് സത്യം, അങ്ങയുടെ കുടുംബത്തിലെ പെൺമക്കളാണ് സത്യം. പിന്നെയും ഒരർത്ഥം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച സമയമാണ് സത്യം. നബിയെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്റാ പോയ സമയം തന്നെയാണ് സത്യം. ഈ ഒരൊറ്റ പദത്തിന് ഒരുപാട് തഫ്സീറുകൾ. ചുരുക്കത്തിൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ഏറ്റെടുത്തതിന്റെ വിളിപ്പാണ്. യതീമായി വളർത്തി മാർഗമന്വേഷിക്കുമ്പോ പ്രവാചകരാക്കി, പട്ടിണിയിലായപ്പോ ഏറ്റവും നല്ല മുതലാളിയാക്കി. ഇതില് സൂറത്ത് ദുഹ എന്ന് പറഞ്ഞാൽ അതൊരു മുത്തുനബിയുടെ മദ്ഹ് കൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പ്രകീർത്തനമാണ്. അതുകൊണ്ടൊരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ഹദീസ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് അല്ലാഹുവിന്റെ കലാമാണ്, പക്ഷെ ഖുർആനിലുള്ളതല്ല. ഹദീസുകളൊക്കെ ഒന്നില്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിരിക്കും, പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ ഹബീബ് അംഗീകരിച്ചതായിരിക്കും. പക്ഷെ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ വാക്ക് തന്നെയാണ്, അള്ളാഹുവിന്റെ വാക്ക്. ഇതുപോലെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അന ഇൻദല്ലന്നി അബ്ദീ ബി, എന്റെ അടിമ എന്നെ പറ്റി എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. ഇത് ഖുർആനിലുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ഹദീസാണ്. പക്ഷെ ഹദീസിന്റെ കാറ്റഗറിയിൽ തന്നെ ഖുദ്സിയായ ഹദീസ്, അള്ളാന്റെ വാക്കാണ്. അങ്ങനത്തെ ഒരു വാക്ക് വല്ലാത്ത ഗൗരവമാണ്. മൻ തറക സ്വലാത്ത, ഒരാൾ നിസ്കാരത്തെ ഒഴിവാക്കി സിനീന വർഷങ്ങൾ, ഔ ഹബസ ഗൈറഹു അനിസ്സലാത്തി സിനീൻ, കുറേ വർഷം ഒരാളെ നിസ്കരിക്കാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്തു, എന്നാലും ലാ ഉകഫിറുഹു, ഞാൻ അവനെ കാഫിറാക്കൂല. എന്ന് വെച്ചാൽ നിസ്കരിക്കരുത് എന്നല്ലേ? ഡോൺ മിസ്അണ്ടർസ്റ്റാൻഡ്. നിസ്കരിക്കണം, നിസ്കരിക്കൽ നമുക്ക് ഫർള് ഐനാണ്. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലക്ക് ചിലപ്പോ നമ്മുടെ നിസ്കാരം ഒഴിവായത് അല്ലാഹു നമുക്ക് പുറത്തു തന്നേക്കാം. അവിടെ ഒരു സാധ്യതയുണ്ട്. നമ്മളൊരാളെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, അല്ലാഹു പുറത്തു തന്നേക്കാം, സാധ്യതയുണ്ട്. പക്ഷെ ഹബീബിനോട് അല്ലാഹു പറയുകയാണ്, വമൻ ആദാ ശഅറതൻ മിന ശഅറാതിക, മുത്തുനബിയെ അങ്ങയുടെ രോമത്തിൽ നിന്നും ഒരു രോമത്തെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഔ ജുസ്അൻ മിൻ നഅലിക, ഹബീബേ അങ്ങയുടെ ചെരുപ്പിന്റെ ഒരു ചെറിയ കഷ്ണത്തെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഉകഫിറുഹു, ഞാൻ അവനെ കാഫിറാക്കുമെന്ന് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ചിന്തയോ നമ്മുടെ വാക്കോ
നമ്മുടെ നോട്ടമോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നതാകെ നമുക്ക് സംഗതി മനസ്സിലായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ നല്ല നിലക്ക് പഠിക്കുക. റസൂൽ നന്ദി ആയിഷയെ കല്യാണം കഴിച്ച അത് ശരിയായില്ലല്ലോ. നമ്മുടെ ഈ ചെറിയ സാഹചര്യത്തിൽ വെച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ അത് ഹബീബിനെ വേദനിപ്പിക്കലാണ്. എന്തേ അങ്ങനെ ചെയ്തു നമുക്ക് പഠിക്കാം, പക്ഷെ ഹബീബ് ആ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് നിങ്ങളുടെ തലച്ചോറ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോ ഡേഞ്ചറസ് ആണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടവർ. വലിയ വലിയ പണ്ഡിതന്മാർ മക്കയിൽ ഉണ്ടായിരിക്കുമ്പോ അവിടെ ഖുത്ബ ഓതിയ മഹാനാണ് അൽ മുതവല്ലി അശ്ശഅറാബി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയൊരു മഹാൻ. ആ മഹാൻ പരിശുദ്ധമായ റൗളയുടെ ചാരത്ത് ചെന്നാൽ അവിടെ ശുഫാഖ് ഉണ്ടാവില്ല, ജനവാദി. അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ എന്തിനെ ചുംബിച്ചു റൗളയിലേക്ക് അടുക്കാൻ കഴിയില്ല. അപ്പൊ അതിനടുത്തുള്ള ആ ഒരു ചുമരി, ആ ഒരു ജനവാതിൽ കണ്ട് ചുംബിച്ചപ്പോ അവിടെയുള്ള ആളുകൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മദീനയിൽ പോയിട്ട് ആ റൗളയുടെ ഒരു ഉമ്മണ്ട് കൊടുത്താൽ കാണുന്നവരെന്ത് പറഞ്ഞിട്ടുണ്ടാവും? എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ആ റൗളയുടെ ആ പരിശുദ്ധമായ ചുമരി ജിദാറിന്റെ അവിടെ ചുംബനം ആര്? മുതവല്ലി ശഅറാബി തങ്ങൾ. അപ്പൊ അവിടെയുള്ള ആ ഹെൽപ്പർ എന്നൊക്കെ പറയില്ല, അവര് വന്ന് അപ്പൊ ശഅറാബി തങ്ങൾ പണ്ഡിതനാണ്. അവരിങ്ങനെ വിളിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ? ആ അറബികളാണ്, അവർ ഏത് പണിയെടുക്കുകയാണെങ്കിൽ വലിയ കെട്ടും തലക്ക് മറിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കണ്ട് വന്നിട്ട് തലം ഒരു ഉമ്മട് കൊടുത്തു. ആ പണിക്കാരന്റെ തലമ്മ ഒരു ചുംബനം. തലമുടെ മുകളിൽ എന്തുണ്ട്? തലപ്പാവുണ്ട്. ആ തലപ്പാവിന് ഒരു ചുംബനം കൊടുത്തു. ആളുകൾക്ക് ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഒന്ന് അവിടുത്തെ ഹെൽപ്പറാണ്, മറ്റൊന്ന് മുതവല്ലി ശഅറാബി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. എന്നിട്ട് ആളുകൾ കാണുന്ന രൂപത്തിൽ തലമ്മക്കൊരു കിസ് കൊടുത്തിട്ട് പറഞ്ഞു, ഏയ് ഞാൻ ഇയാളെ ചുംബിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. നിങ്ങളിപ്പോ ചുംബിച്ചില്ല, എല്ലാരും കണ്ടതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ ചുംബിച്ചിട്ടില്ലാന്നോ? ഞാൻ എന്നെ ചുംബിച്ചിട്ടില്ലടോ, ഞാൻ എന്റെ തലപ്പാവിനല്ലേ ചുംബിച്ചിട്ടുള്ളൂ. അപ്പൊ ഇയാള്, നിങ്ങൾ തലപ്പാവിനെ ചുംബിച്ചാലും അത് എന്നെ ചുംബിച്ചെന്നല്ലേ പറയാ. എന്നാ കേട്ടോ, ഞാൻ ഈ ജിദാർ ചുംബിച്ചത് ജീവനില്ലാത്ത നിർജീവമായ ഈ ചുമരിനെയല്ല, ഇതിന്റെ കൂടെ ഇതിന്റെ താഴെയൊരു നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുഹമ്മദ് നബിയെ ചുംബിക്കൽ ശിർക്കാണോ? ശിർക്കല്ല. ഇതാണ് തിരിയേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അവരെ ഉൾക്കൊണ്ടതുപോലെ സുന്നത്ത് ജമാഅത്ത് നല്ല മധുരമായി സ്നേഹമായി ആഴത്തിൽ അനുഭവിച്ചുൾക്കൊള്ളാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞതാണ് സിദ്ദീഖ് തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്ലാമിൽ നമ്മളൊരു കാറ്റഗറി പറയുകയാണെങ്കിൽ മിനൻ നബിയ്യീന എന്ന് പറയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് കുറെ കാലം ശുഹദ ആകാൻ ഭയങ്കര താല്പര്യമായി. ഒന്ന് ഷഹീദായി കിട്ടണം, എന്നാ പിന്നെ ഡയറക്റ്റ് ഹിസാബില്ല, പ്രശ്നമില്ല, തകർച്ചയില്ല, ചോദ്യമില്ല, സ്വർഗത്തിലേക്ക് നേരല്ലേ. ഞാൻ ദ്വാരക പോലും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖുർആനിന്റെ ആയത്തല്ല ഇത്, മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാ. ഒന്നാം സ്ഥാനം അമ്പിയാക്കൾക്ക് തന്നെ, അവിടെ എത്താൻ കഴിയില്ല. പിന്നെ മൂന്നാം സ്ഥാനാണ് ആരും പറഞ്ഞത്? ശുഹദാ. അതിനിടയിലൊന്നുണ്ട് സിദ്ദീഖ് തങ്ങളെ പോലെയായവർ. സിദ്ദീഖ് തങ്ങൾ രക്തസാക്ഷിയല്ലല്ലോ, ജീവൻ പണയം വെക്കാതെയും ജീവൻ നഷ്ടപ്പെടാതെയും ശുഹദാഇന്റെ മേലെ കടന്ന ആളാണ് സിദ്ദീഖുൽ അക്ബർ. എന്താ സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത? ഈ ജീവൻ കൊടുത്തിട്ടില്ലെങ്കിലും ഹൃദയം റസൂലുള്ളാഹി കണ്ടുകൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം മഹബ്ബത്ത്
നല്ലോണ ഇഷ്ക് സദ്ദീഖീങ്ങൾ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ശക്തമായ മഹബത്ത്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞരി മുത്തുനബിയോട് ഈ ഒന്നാമൻ പറഞ്ഞത് എന്റെ നിങ്ങളെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കലാണ്. മുഖത്തേക്ക് അങ്ങനെ നോക്കണവനെ പറ്റി ഓവർ നോക്കി നമ്മൾ എന്താ പറയാ, സിദ്ദീഖ് തങ്ങൾക്ക് അത് പ്രശ്നമല്ല. കാരണം മുഹമ്മദ് മുസ്തഫയോടുള്ള പ്രേമമാണ്. അല്ലാഹു ആ മഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരെ മഹബത്ത് വെക്കുന്ന ഹൃദയം നമുക്ക് തുറന്നു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി